Okay, in the start human resource development is simple, short, vague chapter. The focus area is discuss. Basically, chapter is discuss app download description link app download biology class, social science class useful. I have 5 chapters social science cover chapters app topic wise. Topic wise focus area full class and focus area topics class class topics just compare topics Suresh sir class 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 topic by topic full app download video share videos focus area focus area share maximum support mark A+ full mark chance Parishan answer kidumbo and the comment full A+ mark Now, we start human resources is simple. First question, what is a resource? Human resource what is a resource? Resource is what? Value undo? Value. Resource. Value resource. Resource. Gold gold resource. Value. You gold value. Now, paisa value. Value, air, value. Paisa free air free value. Corporation but free resources. But human resources. Gold is a resource. We have gold resource. For example, gold is gold mines gold. Gold excavate. Initially, gold is If gold is Malabar gold, gold value. Gold is humans. Basically, resource gold actual resource value humans that's human resource. That's human resource. Just in the definition textbook human resource refers to the people who have the manpower which can be utilized in the production sector. Basically, we have gold in basically gold produce gold production sector gold produce gold produce manpower but this humans people manpower produce human human resource value in definition human resource refers to the people who have the manpower which can be utilized in the production sector. Gold produce produce manpower power muscle skills knowledge skills teacher produce produce skills knowledge human resource. The definition of the what is human resource? The definition is KGF production sector manpower man.
ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്നുള്ള കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ആലോചിച്ച് നോക്കി, ഈ മനുഷ്യൻ ഈ KGF മനുഷ്യൻ ജനിക്കുമ്പോഴേ ഗോൾഡ് ഇങ്ങനെ ആക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അതിനുള്ള മാൻ പവർ ഉണ്ടോ? ഇല്ല. ഇയാൾ ജനിച്ച് വീഴുമ്പോഴേ ഇയാൾക്ക് ഗോൾഡ് അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ. ഇയാൾ വളർന്ന് വരുമ്പോൾ ആരെങ്കിലും ഇയാളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലെ എഡ്യൂക്കേഷനോ ട്രെയിനിങ്ങോ വഴിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലേ, ഹ്യൂമൻ റിസോഴ്സ് ജനിക്കുമ്പോഴേ ഇതേ ഹ്യൂമൻ റിസോഴ്സ് ആണോ? അല്ല, ഹ്യൂമൻ റിസോഴ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഡെഫിനിഷൻ നോക്കാം, ടെക്സ്റ്റ് പരീക്ഷയെ ചോദിക്കും, അതുകൊണ്ട് നോക്കിച്ചോളൂ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, HRD എന്ന് ഞാൻ ഇനി മുതൽ എഴുതാൻ പോകുന്നത് കേട്ടോ, എനിക്ക് എഴുതാൻ മടിയായിട്ട്. ഇറ്റ്സ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് മാൻസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എബിലിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ട്രെയിനിങ്. മനുഷ്യൻ്റെ മെൻ്റലും ഫിസിക്കൽ എബിലിറ്റീസും ഡെവലപ്പ് ചെയ്യാണ്. എന്തിലൂടെ? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ട്രെയിനിങ്. ഇത് ഇപ്പോഴും മൈൻഡിൽ രജിസ്റ്റർ ആയില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇത് മൈൻഡിൽ രജിസ്റ്റർ ആയാലും എന്ത് ചെയ്യണം? ജസ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് നേരെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. മൈൻഡിൽ രജിസ്റ്റർ ആയി ഓർമ്മയിൽ നിൽക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒരു എക്സാമ്പിൾ പറയാം, ഒരു ട്രിക്ക് പറഞ്ഞ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇദ്ദേഹം ആരാണ്? ഇതാരാണ്? ഇയാളെ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? എവിടെ ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ടോ? ഇദ്ദേഹമാണ് ഇദ്ദേഹം, ഒരു സംശയമില്ല. ഇദ്ദേഹം വളർന്നാൽ ഇദ്ദേഹമായി സച്ചിൻ ടെണ്ടുൽക്കറായി. അങ്ങനെയാണ് ചോദ്യത്തിലുള്ളൂ. നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്, ഒരു സംശയമില്ല അല്ലേ? ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? അദ്ദേഹത്തിന് വാല്യൂ ഇല്ലേ? ഇയാൾ പ്രൊഡക്ഷൻ സെക്ടറിൽ മാൻ പവർ ബേസിൽ വർക്കൊന്നും ചെയ്യുന്നില്ല അല്ലേ? ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പ്രൊഡക്ഷൻ സെക്ടറൊന്നും അല്ലെങ്കിലും വാല്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ഈ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അതിനൊരു മൂല്യം കാണുന്നുണ്ടോ? മൂല്യം കാണുന്നതുകൊണ്ടാണ് കുറേ പേര് ടിക്കറ്റും പൈസ കൊടുത്തിട്ട് അവിടെ വന്നിരിക്കുന്നത്, ഇത് സംശയമില്ല. അപ്പോൾ ഇദ്ദേഹം വാല്യൂ ജനറേറ്റ് ചെയ്യുന്നില്ലേ? വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഇദ്ദേഹം ഒരു ഹ്യൂമൻ റിസോഴ്സാണ്. പക്ഷേ ഇയാളൊരു ഹ്യൂമൻ റിസോഴ്സാണ്, സെയിം ആളാണ്. പക്ഷേ ചെറുപ്പത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആയിരുന്നു, ഹ്യൂമൻ ആയിരുന്നു. പക്ഷേ ഹ്യൂമൻ റിസോഴ്സ് ആയിരുന്നോ? വലിയ ഹ്യൂമൻ റിസോഴ്സ് ഒന്നും അല്ലായിരുന്നു അല്ലേ? വലിയ മാൻ പവർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടേക്ക് വന്നപ്പോൾ ഈ സച്ചിൻ ടെണ്ടുൽക്കർ എന്തായി? ഹ്യൂമൻ റിസോഴ്സ് ആയി. അപ്പോൾ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമായിരുന്നു? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വേണമായിരുന്നു. ഇദ്ദേഹത്തിനെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇയാളും കുറച്ച് സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വിളിക്കുന്നത്. അങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്തിട്ടില്ലേ? ടെക്സ്റ്റ് ബുക്ക് പറയുന്നു 3 കാര്യങ്ങളാണ് ചെയ്തിട്ടില്ലേ ഇവിടെ വരെ എത്തിക്കാൻ. ആ 3 കാര്യങ്ങളിൽ ഫസ്റ്റ് കാര്യം എഡ്യൂക്കേഷനാണ്. സ്കൂളിൽ പോകണമായിരുന്നു. സ്കൂളിൽ പോയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10ാം ക്ലാസ് വരെ, സച്ചിൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുള്ളൂ, ഒരു 8ാം ക്ലാസ്സോ 10ാം ക്ലാസ് വരെ പോയില്ലെങ്കിൽ ബേസിക് ഇംഗ്ലീഷും ബേസിക് സയൻസൊക്കെ അറിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നാളെ ഓസ്ട്രേലിയയിൽ ഒരു ക്യാമ്പിൽ പോകുമ്പോൾ ഒരു ഇംഗ്ലീഷും അറിയില്ലെങ്കിൽ സച്ചിൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു അല്ലേ? അപ്പം കുറച്ച് ബേസിക് എഡ്യൂക്കേഷൻ എങ്കിലും വേണം. നെക്സ്റ്റ് എന്താണ്? ഹെൽത്ത് കെയർ വേണ്ടേ? ബേസിക് ഹെൽത്ത് കെയർ വേണ്ടേ? ഒരു അസുഖം, സച്ചിന് പണ്ടും ഒരു മാരകമായ അസുഖം വന്നപ്പോൾ പേരൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനില്ലായിരുന്നു. സച്ചിൻ എന്ത് പറ്റും? ഒന്നുകിൽ വലിയൊരു ഫിസിക്കൽ ഡാമേജോ അല്ലെങ്കിൽ സച്ചിൻ മരിച്ചുവരെ പോയിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറ്റിയേനെ. പ്രോപ്പർ ഹെൽത്ത് കെയർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? ട്രെയിനിങ് ആണ് അല്ലേ? സച്ചിൻ ജനിച്ചപ്പോഴേ വലിയ ക്രിക്കറ്റ് സ്റ്റാറാണോ? അല്ല. സച്ചിന് ട്രെയിനിങ് ആരൊക്കെയോ ട്രെയിനിങ് കൊടുത്തു. നാഷണൽ അക്കാഡമീസും അല്ലാത്ത ട്രെയിനിങ് ക്യാമ്പ്സിൽ നിന്നൊക്കെ ട്രെയിനിങ് വാങ്ങിയിട്ടാണ്, അതൊക്കെ ട്രെയിനിങ് അണ്ടർഗോ ചെയ്തതിന് ശേഷമാണ് സച്ചിൻ ഇത്രയും വലിയൊരു സ്റ്റാർ ആയത്. അപ്പോൾ പ്രോപ്പർ ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളും സച്ചിൻ്റെ ലൈഫിൽ ഒരു റോള് പ്ലേ ചെയ്തു. എന്താണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രെയിനിങ്. അങ്ങനെയാണ് സച്ചിനെ ഇവിടുന്ന് ഒരു ഹ്യൂമൻ റിസോഴ്സ് ആക്കി എടുക്കാൻ പറ്റിയത്. അതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇനി ഒന്ന് ഡെഫിനേഷൻ വായിച്ചു നോക്കൂ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാൻസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എബിലിറ്റീസ്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ടാക്ടിക്സും വേണം. ത്രൂ എന്താണ്? എഡ്യൂക്കേഷൻ, സ്കൂളിൽ പോകണം, ഹെൽത്ത് കെയർ, മര്യാദയ്ക്കുള്ള ഹെൽത്ത് കെയർ കിട്ടണം, ട്രെയിനിങ്ങും വേണം. ഈ 3 സാധനങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മനുഷ്യൻ്റെ ഫിസിക്കൽ ക്രിക്കറ്റ് കളിക്കാനുള്ള എബിലിറ്റീസും മെൻ്റൽ എബിലിറ്റീസും, ബുദ്ധിയില്ലാണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല, അതും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സാധനമാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇത് അതേപോലെ പരീക്ഷയിൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ ചാപ്റ്ററിന് ഇത്രയ്ക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻ ചോദിക്കാൻ വരാം. അപ്പോൾ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്, വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, രണ്ടും അറിഞ്ഞിരിക്കണം. ഹ്യൂമൻ റിസോഴ്സ് എന്തായിരുന്നു? നമ്മുടെ KGFൻ്റെ ഓർത്താൽ മതി അല്ലേ? മാൻ പവർ, പ്രൊഡക്ഷൻ സെക്ടർ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്താണ്? ഫിസിക്കൽ എബിലിറ്റീസും മെൻ്റൽ എബിലിറ്റീസും, എങ്ങനെ? എഡ്യൂക്കേഷൻ, ഞാൻ പറഞ്ഞു, ഹെൽത്ത് കെയർ, ട്രെയിനിങ്, ഈ 3 കാര്യത്തിലൂടെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഈ ചാപ്റ്ററിൻ്റെ. ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. നമ്മൾ പഠിച്ചത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഹെൽത്ത് കെയർ ഒക്കെ റോൾ പ്ലേ ചെയ്യും. അതിന് തന്നെ 4 ലെവലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ട് 4 ലെവലുണ്ട്. ആ 4 ലെവൽസ് നമുക്ക് പഠിക്കണം. ഓക്കെ, പരീക്ഷയിലേക്ക് വിച്ച് ആർ ദ 4 ലെവൽസ് അല്ല വിച്ച് ആർ ദ ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എഴുതാൻ പറ്റണം. ഇതാണ് ആ 4 ലെവൽസ്. ഞാൻ അത്യാവശ്യം നല്ല വൃത്തിയിൽ രസമായിട്ട് തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയൊന്നുമല്ല. ഇതാണ് 4 ലെവൽസ്. എന്താണ് 4 ലെവൽസ്? ഒന്നുമില്ല. ഒന്ന് ഇൻഡിവിജ്വൽ എഫേർട്സ്, മറ്റേത് ഫാമിലി എഫേർട്സ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നേഷൻ.
അതായത് ഈ 4 രീതിയിലും നമ്മൾ ഒരാളെ ഹ്യൂമൻ റിസോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരും. വെറുതെ ഇൻഡിവിജ്വൽ മാത്രം വർക്ക് ചെയ്താൽ പോരാ, ഫാമിലിയും വേണം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം, നമ്മുടെ മൊത്തത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം, പിന്നെ നമ്മുടെ രാജ്യവും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാലേ മര്യാദയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സച്ചിൻ്റെ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ നോക്കാം, വേഗം മനസ്സിലാക്കാൻ നോക്കാം. സിമ്പിളാണ്. സച്ചിൻ ഇൻഡിവിജ്വലായിട്ട് കുറച്ച് എഫേർട്ട് എടുത്താലല്ലേ ഇങ്ങനെ നടക്കുള്ളൂ. സ്വന്തമായിട്ട് കുറച്ച് ക്രിക്കറ്റൊക്കെ പ്രാക്ടീസ് ചെയ്ത് സ്വന്തമായിട്ട് കുറച്ച് ആലോചിച്ച് എനിക്ക് ക്രിക്കറ്റ് സ്റ്റാർ ആവണം, എനിക്ക് ഇന്ത്യൻ ടീമിൽ കയറണം എന്ന് കുറച്ച് ഇൻഡിവിജ്വൽ എഫേർട്സ് വേണ്ട സച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംശയമില്ല. ഫാമിലി എൻവയോൺമെൻറ്റ് നന്നായിരിക്കണ്ടേ. ഇപ്പോൾ സച്ചിൻ ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ പോയി പറഞ്ഞു, ഇനി സാറല്ല എനിക്ക് എന്താണ്, എനിക്കൊരു ക്രിക്കറ്റ് സ്റ്റാർ ആണോ, അല്ലെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുമെങ്കിലും വേണം. അപ്പോൾ അച്ഛൻ പറയണം, പറ്റൂല മോനെ, ഒരിക്കലും പറ്റില്ല, ഒരു സംശയമില്ല, പറ്റില്ല. അമ്മയും പറയണം, നടക്കില്ല, നീ എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ നീ വലിയ ആർക്കിടെക്റ്റ് ആണോ, അല്ലെങ്കിൽ നീ ഒരു സയൻറ്റിസ്റ്റ് ആണോ എന്ന് പറയണത് നടക്കുമോ അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒളിച്ചോടൊക്കെ വേണം, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഫാമിലി എൻവയോൺമെൻറ്റ് അത്യാവശ്യമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. കുറച്ചെങ്കിലും ഭയങ്കര നീ ക്രിക്കറ്റ് ആയിക്കോ എന്ന് പറഞ്ഞ് വിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നന്ദി പോയി എന്തെങ്കിലും പറയണം. അപ്പോൾ ഫാമിലി എൻവയോൺമെൻറ്റ് എന്നാണ് ഒരു റോൾ പ്ലേ ചെയ്യും എന്തിന്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന്. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ സച്ചിൻ ജനിച്ച സ്ഥലത്ത് മുംബൈയിലൊക്കെ എന്താണ് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ക്യാമ്പ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും നാഷണൽ അക്കാഡമിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ സച്ചിൻ ഇങ്ങനെ ആവാൻ പറ്റില്ലായിരുന്നു, സംശയമില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ്ലി നേഷൻ. ഒരു ഇന്ത്യൻ ടീം ഇല്ലായിരുന്നെങ്കിൽ, ഇത്ര അടിപൊളി ഒരു ഇന്ത്യൻ ടീം ഇല്ലായിരുന്നെങ്കിൽ സച്ചിൻ ഇത്ര അടിപൊളിയാവാൻ പറ്റുമോ? ഇല്ല, ഒരു സംശയമില്ല. ക്രിക്കറ്റ് ടീം ഇല്ലാത്ത കുറേ രാജ്യങ്ങളുണ്ട്. എത്ര രാജ്യങ്ങളുണ്ട് ക്രിക്കറ്റ് ടീം ഇല്ലാത്ത, പ്രോപ്പർ ക്രിക്കറ്റ് ടീം ഇല്ലാത്തത്, ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കളിക്കാത്ത എത്രയോ ടീംസ് ഉണ്ട്. അവിടെ എവിടെയാണ് സച്ചിൻ ജനിച്ചെങ്കിൽ കാര്യം നടക്കുമോ? ഇല്ല, സച്ചിൻ ഇത്ര വലിയ സ്റ്റാർ ആവില്ലായിരുന്നു. അപ്പം നേഷനും ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 ലെവലിലും എന്ത് നടക്കണം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നടന്നാലേ സംഭവം നടക്കുള്ളൂ. സച്ചിൻ ഇവിടെ വരെ എത്തുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, 4 ലെവൽസ് മനസ്സിലാക്കി വെക്കുക. പരീക്ഷ ചോദിച്ചാൽ നല്ല രസമായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻഡിവിജ്വൽ ടേക്ക് എഫേർട്സ് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽസ്. ഒന്ന്, ഫാമിലി ക്രിയേറ്റ്സ് ആൻ എൻവയോൺമെൻറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു കാര്യം പറയാം, ഇത് ഇംഗ്ലീഷ് ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഈ പോയിന്റ്സ് ഒന്ന് ആദ്യം പഠിച്ചു വെക്കുക, പിന്നെ അതൊന്ന് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ആക്കി എഴുതാനുള്ള കാര്യങ്ങൾ ഉടായ്പൊന്ന് പഠിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇത് ഫുൾ ബൈ ഹാർട്ട് പഠിക്കാൻ പോകരുത്, മണ്ടത്തരായിരിക്കും. വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ആ ഫുൾ എഴുതൊന്നും വേണ്ട, ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏജൻസീസും എഴുതാം. നേഷൻ പ്രൊവൈഡ്സ് നെസസറി ഫെസിലിറ്റീസ് ഫോർ ഇറ്റ്സ് പീപ്പിൾ ടു ഡെവലപ്പ് ദെയർ സ്കിൽസ്. എല്ലാം ആയല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം വന്നല്ലോ. ഈ വേർഡ്സ് എങ്കിലും ഓർത്ത് വെച്ചിട്ട് പരീക്ഷയിൽ ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതിയാൽ അവിടെ അര മാർക്ക് ചിലപ്പം പോകും. 4 മാർക്കിന് ചോദ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുമ്പ് മറ്റേ ചാപ്റ്ററിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഞാൻ പറഞ്ഞു, ഈ പോയിന്റ്സ് എങ്കിലും എഴുതി വെച്ചാൽ 4 മാർക്കിന് ചോദ്യത്തിൽ 4 മാർക്ക് കിട്ടാൻ വരെ 3.5 മാർക്ക് കിട്ടും, അര മാർക്ക് പോകും, വേറെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക. 4 ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അതോടെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ മെയിൻ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആണ്. അതുകൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ അതോടെ ഈ ചാപ്റ്ററിൽ രസകരമായിട്ടുള്ള എന്തെങ്കിലും ഭാഗമുണ്ട്, അതൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഫാക്ട്സ് പഠിക്കാനുള്ളൂ. അതിൽ എനിക്ക് കുറേ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ വേഗം പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങൾ എന്തായാലും കുറേയൊക്കെ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. ബൈ ഹാർട്ട് പഠിച്ചില്ലെങ്കിലും കുറച്ച് ട്രിക്സ് വഴി പോയിന്റ്സ് എങ്കിലും ഒന്ന് ഓർത്ത് വെക്കാനുള്ള രീതിയിൽ നോക്കാം. ഇനി ഒരു കാര്യം, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഇതൊന്നും പഠിക്കാനില്ല. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതാണെന്ന് ശരിക്കും പഠിക്കേണ്ടേ, പക്ഷെ ഒന്നും പഠിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. ആകെ എഡ്യൂക്കേഷനും ഉണ്ട്, ഹെൽത്ത് കെയറും ഉണ്ട്. നമ്മൾ കണ്ടു എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും നമ്മുടെ സച്ചിൻ്റെ റോളിൽ ലൈഫിൽ എന്ത് റോളാണ് പ്ലേ ചെയ്തിരുന്നത്, വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണല്ലോ. അപ്പോൾ ആ 2 ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കാനുള്ളൂ. നമ്മുടെ ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ വേഗം കൂടി പഠിച്ചാലോ. ഫസ്റ്റ് നമുക്ക് എഡ്യൂക്കേഷൻ നോക്കാം. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത് ചോദിച്ചാൽ നേരെ ഈ സാധനം കൊണ്ട് എഴുതി വെക്കുക. പരീക്ഷയിൽ ചോദിക്കുക, വാട്ട് ഇസ് ദ റോൾ ഓർ ഹൗ ഡസ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഈ പോയിന്റ്സ് അങ്ങോട്ട് എഴുതി വെക്കുക. എന്താണ് എഡ്യൂക്കേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്കിൽസ് ഓഫ് ഇൻഡിവിജ്വൽ. സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് സ്കിൽസ് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, സ്കിൽസ്. പിന്നെ നെക്സ്റ്റ്, ബെറ്റേഴ്സ് ദി ടെക്നോളജിക്കൽ നോ ഹൗ. ബേസിക്കലി ടെക്നോളജിക്കൽ നോളജും ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും, ടെക്നോളജിക്കൽ നോളജും ഇംപ്രൂവ് ചെയ്യും. ഇംപ്രൂവ് ചെയ്യോ ഇല്ലയോ നമുക്കറിയില്ല എഡ്യൂക്കേഷൻ വഴി, പക്ഷേ അങ്ങനെ എഴുതി വെക്കുക. നെക്സ്റ്റ് ഉള്ളത് ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ്. അതിൽ സംശയമൊന്നുമില്ല. ജോലി നിങ്ങൾ പഠിക്കുകയൊക്കെ ആണെങ്കിൽ ബെറ്റർ ജോബ് എന്താണ്? ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. ജോബ് കിട്ടിയ ഇൻകം കിട്ടൂലേ? അപ്പോൾ അതിൽ സംശയമില്ലല്ലോ. എഡ്യൂക്കേഷൻ നിങ്ങൾ മര്യാദയൊക്കെ പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ജോബും പൈസയും കിട്ടും. അങ്ങനെ പൈസയും ജോബും കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടൂലേ? അപ്പം എന്താണ്? ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ ഫ്ലോ കിട്ടാന്നേ ഉള്ളൂ കേട്ടോ. ഇത് അല്ലാണ്ട് വേറെ ഇതിൽ ട്രിക്കൊന്നുമില്ല. സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും,
ടെക്നോളജിക്കൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യും. അത് രണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ജോലി കിട്ടൂലേ? ജോലി കിട്ടിയാൽ പൈസയും കിട്ടില്ല. അപ്പോൾ ജോബിന് ഇൻകം കിട്ടില്ലോ. ജോബും ഇൻകം കിട്ടിയ സ്റ്റാൻഡേർഡ് ലിവിങ് കൂടില്ല. അതായത് നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ വാങ്ങാനും നല്ലൊരു വീട്ടിൽ ജീവിക്കാൻ പറ്റും. ഫ്രിഡ്ജും ടി വിയും വാഷിംഗ് മെഷീൻ അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാം അങ്ങോട്ട് കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് വഴി സാധിക്കാൻ പറ്റും? എഡ്യൂക്കേഷൻ വഴി സാധിക്കാൻ പറ്റും. കുറേയൊക്കെ സത്യമാണ്, ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ HRD നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഫാക്ട്സ് ആണ്. ഇത് ഫാക്ട്സ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേ ഉള്ളൂ. ഇതിൽ വലിയ ഫ്ലോ ഒന്നുമില്ല. ഫാക്ട്സ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. നോക്കാം. എക്സ്പേർട്സ് പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 6% നാഷണൽ ഇൻകം എന്തിലും ഇൻവെസ്റ്റ് ചെയ്യണം? എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇന്ത്യ 2017-18 എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? വെറും 3.7% പറയുന്നത്. ഓക്കെ, 6% വേണമായിരുന്നു. പക്ഷേ 3.7 നമുക്ക് പറ്റിയുള്ളൂ. നമുക്ക് വേറെ കുറേ സാധനമുണ്ട്, ഡിഫൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടെയാണ് കേട്ടോ. വെറുതെ അങ്ങോട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുള്ള വാശി കൊണ്ടൊന്നുമല്ല. കുറേ എത്ര പൈസ ഒന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ഡിഫൻസിലേക്കും അല്ലാത്ത ഓരോ സെക്ടറിലേക്കും പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിഡ് ഇന്ത്യ ഇൻവെസ്റ്റ് ദി റെക്കമെൻഡഡ് പെർസെൻറ്റേജ് ഓഫ് നാഷണൽ ഇൻകം ഓർ GDP ഇൻ എഡ്യൂക്കേഷൻ ഇൻ ദി ഇയർ 2017-18? എന്താണ് ആൻസർ? നോ, ചെയ്തിട്ടില്ല. 6% വേണമായിരുന്നു, അതാണ് റെക്കമെൻഡഡ്. ഇന്ത്യ എത്ര ചെയ്തു? 3.7. അപ്പോൾ അത്രയും ചെയ്തിട്ടില്ല. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അത്ര ഓർത്ത് വെച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? ലിറ്ററസി റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷനിലൊക്കെ നല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലിറ്ററസി റേറ്റ് അല്ലേ, വായിക്കാനും എഴുതാനും ആൾക്കാരുടെ ഉള്ള കഴിവ്, അത്രയും പേരുടെ എണ്ണം എന്താണ് കൂട്ടാനായിരുന്നു പ്ലാന്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ കൂടിയില്ല. കാരണം എന്താണ്? 3.7 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. 6-7 നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താലേ മര്യാദ നടക്കുള്ളൂ. അതുകൊണ്ട് അത്രയും ഇൻക്രീസ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഈ ലിറ്ററസി റേറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ ചിലപ്പോൾ അതും 1 മാർക്കിന് ചോദിക്കാം. ഇതെന്താണ്? എത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഹൂ ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് വിത്ത് കോംപ്രിഹെൻഷൻ. അതായത് റീഡ് ആൻഡ് റൈറ്റ് വായിക്കാനും പറ്റണം, എഴുതാനും പറ്റണം. വെറുതെ വായിക്കാനും എന്തെങ്കിലുമൊക്കെ മണ്ടത്തിൽ എഴുതി വെച്ചാൽ പോരാ, ആ വായിച്ചത് എഴുതും മനസ്സിലാക്കാനും പറ്റും, കോംപ്രിഹെൻഡ് ചെയ്യാനും പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ ശതമാനമാണ്. 100 പേരിൽ 96 പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ എത്രയാണ് ശതമാനം? 96%. അത്രയേ ഉള്ളൂ ലിറ്ററസി റേറ്റ്. അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് മനസ്സിലാക്കുക. പരീക്ഷയിൽ 1 മാർക്കിന് ചോദിച്ചാൽ എഴുതാം. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. അതെല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ല. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ നടന്ന എഡ്യൂക്കേഷൻ സെക്ടറിൽ, എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസിൽ നടന്ന കുറച്ച് പ്രോജക്ട്സ് ആണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു കാര്യമില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ ഇത്രയേ ഉള്ളൂ. ഇത് ഓർത്ത് വെക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഇത് മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇത് പഠിക്കാം. നിങ്ങൾക്ക് എളുപ്പമാണ് ഇത് പഠിക്കാൻ തോന്നുന്നെങ്കിൽ മാത്രം പഠിക്കുക. ഇതിലൊരു ട്രിക്കൊന്നുമില്ല. ഓരോ സാധനങ്ങളും ഓരോന്ന് പോലെയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പഠിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? വേറെ ചാപ്റ്റേഴ്സിന് വേറെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഈ മാർക്ക് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക. ഇത് വേറെ എവിടെയും ചാപ്റ്ററിൽ പോയി ഒരു മാർക്ക് അറ്റൻഡ് എല്ലാവരും ഡബിൾ മാർക്സ് ഇല്ലേ? നമ്മൾ ആദ്യമല്ലേ പറയുന്നുണ്ടല്ലേ, മാത്സിൻ്റെ ഫിസിക്സിൻ്റെ എക്സാമിൽ പറയുകയാണ് ഡബിൾ മാർക്സ് ഉണ്ട്, എളുപ്പമുള്ള സാധനം പോയി അറ്റംപ്റ്റ് ചെയ്യുക. ഇനി ഇതിന്നൊരു ഇത് വലിയ കുഴപ്പമില്ല, ഇത് വലിയ കുഴപ്പമില്ല. ഈ 3 ഓർത്ത് വെക്കാൻ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ, കുഴപ്പമൊന്നുമില്ല. പഠിച്ചു വെച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല. എക്സാമിൽ എഴുതുകയും ചെയ്യാം കേട്ടോ. ബുദ്ധിമുട്ടുള്ളവർ ഇത് പഠിക്കാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കാം. അപ്പം ഇതാണ് കുറച്ച് പ്രോജക്ട്സ്. ഇതിൽ ഏതെങ്കിലും ഒരു 3 പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമ്മുടെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 2009 ഈ ആക്ട് വന്നത്. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ആക്ട് വന്നിട്ട് 2009. ബേസിക്കലി പറയുന്നതാണ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ. എല്ലാവരും 8th വരെയെങ്കിലും പഠിച്ചിരിക്കണം. പഠിക്കാൻ ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ പഠിക്കണ്ട, നിങ്ങളുടെ അച്ഛനോ അമ്മയോ റിലേറ്റീവ്സോ ആര് പറയുകയാണ് നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ പഠിക്കുവാൻ പറഞ്ഞാൽ അത് പറ്റില്ല. ബിക്കോസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. എല്ലാ മനുഷ്യന്മാർക്കും, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള റൈറ്റാണ്, ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റിയും റൈറ്റ് ടു ഫുഡ് ആൻഡ് ഷെൽട്ടർ പോലെയൊക്കെ റൈറ്റാണിത്, ഫണ്ടമെൻ്റൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. 2009 ആണ് ഇയർ. ഓർത്ത് 1 മാർക്കിന് ചോദിക്കാം. വിച്ച് വാസ് ദി ഇയർ വെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വാസ് ഇനാക്റ്റഡ്? 2009. അത്ര എഴുതി വെച്ചേക്കാം. നെക്സ്റ്റ് എന്താണ്? കുറച്ച് പ്രോബ്ലംസ് ഇൻ ദി ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടറാണ്. ഇതും കുറേയൊക്കെ നമ്മൾ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ എഡ്യൂക്കേഷൻ എന്ന പാർട്ടിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതും പരീക്ഷയിൽ ചോദിക്കും. വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് ഇന്ത്യ ഫേസസ് ഇൻ ദി എഡ്യൂക്കേഷൻ സെക്ടർ ഓർ എഡ്യൂക്കേഷൻ? എന്ത് എഴുതണം? ഈ 3 പോയിന്റ്സും കൂടി എഴുതി വെക്കുക. ഫസ്റ്റ് എന്താണ്? ഡ്രോപ്പ് ഔട്ട്. കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നു? 8ാം ക്ലാസ് വരെ പഠിക്കുന്നു, എലിമെൻ്ററി എഡ്യൂക്കേഷൻ കഴിയുന്നു, പഠിക്കുന്നില്ല. ഇനി ഞാൻ ജോലിക്ക് പോവാണ്, ഞാൻ എന്തെങ്കിലും പണിക്ക് പോകണം, എനിക്ക് കിട്ടുന്ന പണിക്കൊക്കെ ഞാൻ പോകും. അതിനാണ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയാം. നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ വീണ്ടും ഞാൻ പറയാണ്, അവിടെ നമ്മൾ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിൻ്റെ ഇടയിൽ ഒരു മെയിൻ ഫീച്ചർ എന്തായിരുന്നു? പ്രൈമറി
ആൻഡ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ അല്ലേ, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ അല്ലെ കണ്ടിന്യൂയിങ് ആണെന്ന് തോന്നുന്നു അല്ലേ, കണ്ടിന്യൂസ് എഡ്യൂക്കേഷനോ. ബേസിക്കലി എന്താണ്, എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം. അതായിരുന്നു ഒരു ഫീച്ചർ, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലം ഫീച്ചറും അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോഴൊരു പ്രശ്നം തന്നെയാണ്. അതന്ന് കുറേ ശരിയാക്കിയിട്ടുണ്ട്, എന്നാലും ഇപ്പോഴൊരു പ്രശ്നമാണ്. അപ്പോൾ ഡ്രോപ്പ് ഔട്ട് ഒരു പ്രശ്നമാണ്. പീപ്പിൾ ഡോണ്ട് കംപ്ലീറ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ, അത് പ്രശ്നമാണ്, ഒരു പ്രശ്നമായി. രണ്ടാമത്തെ പ്രശ്നം എന്താണ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് ഇൻ ദി എഡ്യൂക്കേഷൻ സെക്ടർ. ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം അല്ലേ, ഓർമ്മയില്ലേ ഒരു ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം ബേസിക്കലി കുറേ സ്കൂളിലൊന്നും പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം. അപ്പം ഈ കുറേ സ്കൂളിൽ ഇപ്പോഴും ഈ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാമൊക്കെ വന്നു, എന്നാലും ഇപ്പോഴും എന്താണ് ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. സ്കൂളുകൾ മാത്രമല്ല, മൊത്തത്തിലുള്ള എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെ ഇങ്ങനെ പ്രോബ്ലം ഇന്ത്യ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം. നെക്സ്റ്റ് എന്താ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതും ഇമ്പ്രൂവ് ചെയ്യണം. എല്ലാ സ്ഥലത്തെയും നമ്മുടെ ടീച്ചേഴ്സൊന്നും വെൽ ട്രെയിൻഡ് ഒന്നും അല്ല. നമ്മുടെ കേരളത്തിലെ പോലെയൊന്നും അല്ല. കേരളത്തിലെ ടീച്ചേഴ്സ് നമ്മളെ അടിപൊളി ടീച്ചേഴ്സില്ല, നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ അതുപോലെ അല്ല എല്ലാ സ്ഥലത്തും. അപ്പം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് മാത്രമല്ല, ബുക്സുകളുടെ സപ്ലൈയും അങ്ങനെ മൊത്തത്തിൽ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്വാളിറ്റി പ്രശ്നമാണ്. പിന്നെന്താണ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് ഒരു പ്രശ്നമാണ്. പിന്നെ ഡ്രോപ്പ് ഔട്ട്, കുട്ടികൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല, 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ കഴിയുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നു, അതൊരു പ്രശ്നമാണ്. ഈ 3 പ്രശ്നങ്ങൾ എഴുതി വെച്ചാൽ അവിടെ 3 മാർക്ക് വീഴും. 3 മാർക്കിനെ ചോദിക്കാനുള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ്, അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ള ഹ്യൂമൻ റിസോഴ്സും ഹെൽത്ത് കെയറും. അപ്പോൾ സച്ചിൻ്റെ ലൈഫിൽ എഡ്യൂക്കേഷൻ പ്ലേ ചെയ്ത റോളൊക്കെ നമ്മൾ കഴിഞ്ഞു എന്നാണ്. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് റോൾ പ്ലേ ചെയ്യാൻ നമ്മൾ കണ്ടു. പിന്നെ കുറച്ച് വെറുതെ എന്തൊക്കെയോ ഫാക്ട്സ് കണ്ടു, പിന്നെ പ്രൊജക്ട്സ് കണ്ടു, നമ്മൾ പഠിച്ചില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പഠിച്ചു, പിന്നെ പ്രോബ്ലംസ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ പഠിച്ചു. ഇനി നമ്മൾ നോക്കാവുന്നത് ഹെൽത്ത് കെയർ എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ റോൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഇസ് ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, അസുഖം ഇല്ലായ്മ എന്നുള്ള അവസ്ഥയല്ല ഹെൽത്ത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, മറ്റേത് നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് ഇല്ല, അസുഖം ഇല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറയും. അല്ല, പോസിറ്റീവ് ഉള്ളപ്പോഴാണ് ഹെൽത്ത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കോളൂ, സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അപ്പോൾ നല്ല വെൽബീയിങ് ഉണ്ടാവണം, അപ്പോഴാണ് ഹെൽത്ത്. അല്ലാണ്ട് അസുഖം ഇല്ല അതുകൊണ്ട് ഞാൻ ഹെൽത്തിയാണ്, നോ. അസുഖം ഇല്ലാതിരിക്കാം, പക്ഷേ നിങ്ങളുടെ മെൻ്റൽ വെൽബീയിങ് നല്ലതാണോ, ഫിസിക്കൽ വെൽബീയിങ് നല്ലതാണോ? അസുഖമൊന്നുമില്ല, പക്ഷേ ഫിസിക്കൽ വെൽബീയിങ്, മസിലുണ്ടോയെന്നല്ല, ഫിസിക്കൽ വെൽബീയിങ് നല്ല ഫിറ്റായിട്ടുള്ള ബോഡിയാണോ? പിന്നെ എന്താണ് സോഷ്യൽ വെൽബീയിങ്, മനുഷ്യന്മാരോട് ബാക്കിയുള്ള സൊസൈറ്റിയുടെ അടുത്തുള്ള റിലേഷൻഷിപ്പ്, അത് നിങ്ങൾക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നോ? അങ്ങനെയാണ് നിങ്ങൾ ഹെൽത്തിയാണ്. അല്ലെങ്കിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രശ്നം ഉണ്ടെന്നല്ല പറയുന്നത്, നിങ്ങൾ കംപ്ലീറ്റ്ലി ഹെൽത്തി അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ ചിലപ്പോൾ പരീക്ഷ ചോദിക്കാം, ചിലപ്പോൾ അതിലേ ഉള്ളൂ. അപ്പം ഓർത്ത് വെച്ചോളൂ, ബേസിക്കലി നമുക്ക് എന്ത് വേണം, ഫിസിക്കലി വേണം, മസിലല്ല വേണ്ടത്, ഇതുപോലെ മസിൽ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ബേസിക്കലി ഒരു ഫിസിക്കൽ വെൽബീയിങ് വേണം, മെൻ്റൽ വെൽബീയിങ് വേണം, മര്യാദയ്ക്ക് ചിന്തിക്കാൻ പറ്റണം, സോഷ്യൽ വെൽബീയിങ് വേണം, മനുഷ്യന്മാരുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആണെന്ന് പറയും. അപ്പോൾ ഹെൽത്തി ഇൻഡിവിജ്വൽസിനല്ലേ ഹ്യൂമൻ റിസോഴ്സ് ആകാൻ പറ്റുള്ളൂ അല്ലേ? ഒരു സംശയം ഉണ്ടോ? ഹെൽത്തി ഇൻഡിവിജ്വൽസിനല്ലേ ഹ്യൂമൻ റിസോഴ്സ് ആകാൻ പറ്റുള്ളൂ. അൺഹെൽത്തി ആയ ആൾക്കാർക്ക് ഹ്യൂമൻ റിസോഴ്സ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് ഹൗ ക്യാൻ ഹെൽത്തി പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ നേഷൻ ഓർ എ കൺട്രി? പരീക്ഷയിൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു നോക്കുക, എങ്ങനെയാണ് ഹെൽത്തി ഇൻഡിവിജ്വൽസിന് ഒരു കൺട്രിയുടെ പ്രോഗ്രസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. കൺട്രീൻ്റെ പ്രോഗ്രസ് മെയിൻലി എന്തിനാണ് ഡിപ്പെൻഡ്? നമ്മൾ പറഞ്ഞു ഗോൾഡ് ഉണ്ടാക്കുന്നതിലല്ല, പ്രൊഡക്ഷനിലാണ് അല്ലേ. പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം, പെട്രോൾ പ്രൊഡ്യൂസ് ചെയ്യണം, എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യണം, കോൾ പ്രൊഡ്യൂസ് ചെയ്യണം, എല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ്റെ സെൻറ്റേർഡാണ്. അപ്പോൾ 4 പോയിൻറ്റ്സ് ആണ് അതിലുള്ളത്. ഇത് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് കൺട്രിയുടെ പ്രോഗ്രസ് അല്ലെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുക നോക്കാം. പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. അതായത് നല്ലൊരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാൾക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലേ? എത്ര മണി പണിയെടുത്തുകൊണ്ടിരിക്കുക, ഒരു 8 മണിക്കൂർ സുഖമായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എഫിഷ്യൻസി കൂടും ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ. വർക്കിംഗ് ഡേയ്സും കൂടൂലേ? ഹെൽത്തി അല്ലാത്ത ഇൻഡിവിജ്വലാണ് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ടി വരും. വലിയ അസുഖം ഇല്ലാത്തപ്പോഴൊക്കെ അയാൾക്ക് ലീവ് എടുക്കേണ്ടി വരും, മുട്ടുവേദന വേറെ പ്രശ്നങ്ങൾ, ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ വർക്കിംഗ് ഡേയ്സും കൂട്ടാൻ പറ്റും. അപ്പോൾ അത് രണ്ടും കൂടിയാൽ, ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി കൂടിയാലും വർക്കിംഗ് ഡേയ്സും കൂടിയാൽ എന്ത് കൂടും? പ്രൊഡക്ഷൻ കൂടും. നമ്മൾ പറഞ്ഞ പ്രൊഡക്ഷനാണ് കൺട്രീൻ്റെ പ്രോഗ്രസിൻ്റെ ഒരു മെയിൻ കാര്യം. അപ്പോൾ പ്രൊഡക്ഷൻ കൂടണം, എന്ത് വേണം? എഫിഷ്യൻസിയും വേണം, പിന്നെന്താണ് വേണ്ടത്? വർക്കിംഗ് ഡേയ്സും കൂടും. അത് ആർക്കെ കൂട്ടാൻ പറ്റുള്ളൂ? ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഈ പ്രൊഡക്ഷൻ വന്നാൽ എന്താണ്? നമ്മൾ പറഞ്ഞു എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരും അല്ലേ? അതിനാണ് പ്രൊഡക്ഷൻ അല്ലേ? ബേസിക്കലി നമ്മൾ ഗോൾഡ് ഉണ്ടാക്കുമ്പോഴും സ്റ്റീൽ ഉണ്ടാക്കുമ്പോഴും എനർജി പെട്രോളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൊത്തത്തിലുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടും. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് അത്രേ ഉള്ളൂ. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞ കാര്യം തന്നെ എഴുതി വെച്ചാൽ മതി.
ഇത് ഹെൽത്തായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്, എന്നാലും ഹെൽത്തായിട്ട് വലിയ ബന്ധമില്ല. പരീക്ഷ വയ്ക്കുമ്പോൾ എഴുതിക്കണം, ഒരു സംശയമില്ല. അപ്പോൾ അതിനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി കൺട്രീൻ്റെ പ്രോഗ്രസ് വേണമെങ്കിൽ പ്രൊഡക്ഷൻ വേണം. പ്രൊഡക്ഷൻ എന്തിനാണുള്ളത്? എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. പൈസ ഒക്കെ ഉണ്ടാക്കി ജനറേറ്റ് ചെയ്ത് വാല്യൂ ഒക്കെ ജനറേറ്റ് ചെയ്താലേ ബേസിക്കലി കൺട്രീന് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷൻ വേണം. പ്രൊഡക്ഷൻ എന്തിനാണ്? നെക്സ്റ്റ് പോയിന്റ് ആണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ത്രൂ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ വേണം, എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രൊഡക്ഷനിലൂടെ വരും. അത് എഴുതിയതേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഈ പ്രൊഡക്ഷനൊക്കെ എവിടുന്നാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക? നമ്മൾ ഗോൾഡ് എവിടുന്നാണ് ഉണ്ടാക്കുക? നാച്ചുറൽ റിസോഴ്സസ് എന്നല്ലേ, ഗോൾഡ് മൈൻസ് അല്ലേ, അതെന്താണ്? നാച്ചുറൽ റിസോഴ്സ് ആണ്. മനുഷ്യന്മാരുണ്ടാക്കുന്ന സാധനമാണോ? ഇല്ല, എല്ലാം നമ്മൾ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വിൻഡ് എനർജി നാച്ചുറൽ റിസോഴ്സാണ്. സോളാർ എനർജി നാച്ചുറൽ റിസോഴ്സാണ്. നമ്മുടെ ഫിസിക്സിൽ അവസാന ചാപ്റ്റർ പഠിക്കുന്നത് നമ്മുടെ ഫോസിൽ ഫ്യൂൽസ്, അതെവിടുന്നാണ്? എർത്തിൻ്റെ താഴെ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനമാണ് ഫോസിൽ ഫ്യൂൽസ്. അതൊക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ് പ്രോപ്പർലി. വെറുതെ ഇങ്ങനെ എഴുതി വെക്കണം, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റോറി ആര് പഠിച്ചാൽ മതി. അപ്പോൾ പ്രൊഡക്ഷൻ വേണം. പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ എന്താ ഗുണം? എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരും അല്ലേ. ഈ പ്രൊഡക്ഷൻ എവിടെ നിന്നാണ് ഉണ്ടാക്കുക? നമ്മൾ നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സ് ക്യാൻ ബി യൂട്ടിലൈസ് പ്രോപ്പർലി, ഒരു സംശയമില്ലല്ലോ. ലാസ്റ്റ് പോയിന്റ് എന്താണ്? മെഡിക്കൽ എക്സ്പെൻസസ് ക്യാൻ ബി റെഡ്യൂസ് ദെയർ ബൈ റെഡ്യൂസിങ് ദ ഗവൺമെൻറ്റ്സ് എക്സ്പെൻഡിച്ചർ. ബേസിക്കലി ഹെൽത്തി ഇൻഡിവിജ്വൽസ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് കുറവല്ലേ. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറവല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിന് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ കുറച്ചുകൂടെ, ഗവൺമെൻറ്റിന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ കുറച്ചുകൂടെ. അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? നമുക്ക് എഡ്യൂക്കേഷനിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ശരിയല്ലേ? അപ്പോൾ ഇത്രയും 4 പോയിന്റ്സ് ആണ് എന്ത് പഠിക്കേണ്ടത് നമുക്ക്? ഹൗ ക്യാൻ ദി ഹെൽത്തി പേഴ്സൺസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി. 4 പോയിന്റ്സ് സിമ്പിളാണ്. കീവേഡ്സ് ഓർത്ത് വെച്ചോളൂ. പ്രൊഡക്ഷൻ, എഫിഷ്യൻസി കൂടുന്നു, വർക്കിംഗ് ഡേയ്സ് കൂടുന്നു. പ്രൊഡക്ഷൻ എന്തിനെ ഹെൽപ്പ് ചെയ്യുക? എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. ഈ പ്രൊഡക്ഷൻ എവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക? നാച്ചുറൽ റിസോഴ്സ് നിന്നാണ് ഉണ്ടാക്കിയെടുക്കുക. ഇത് ഹെൽത്തി ഇൻഡിവിജ്വൽസ് ആണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് ബൈ ഹാർട്ടായിട്ട് അത്തരം കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് അടുത്ത സന്ദർഭം പോകാം. അടുത്ത സാധനത്തിൽ 2 ഫാക്ട്സാണ് പറയുന്നത്. 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് NRHM, പിന്നെ NUHM. ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തുടങ്ങിയിട്ടുണ്ട് ഹെൽത്ത് കെയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ. 2ൻ്റെ ഫുൾ ഫോം നോക്കിക്കോളൂ. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, NRHM. അതെവിടെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക? റൂറൽ സെക്ടറിൽ, റൂറൽ വില്ലേജസിലൊക്കെ. അത്രേ പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് ഉള്ളത് നാഷണൽ ഏർബൻ ഹെൽത്ത് മിഷൻ. അപ്പോൾ വിച്ച് വർ ദ 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ദാറ്റ് വർ സെറ്റ് അപ്പ് ഇൻ ഇന്ത്യ ടു സപ്പോർട്ട് ഹെൽത്ത് കെയർ ഓർ ഫെസിലിറ്റേറ്റ് ഹെൽത്ത് കെയർ? ഏതൊക്കെയാണ്? NRHM, NUHM. ഇനി NUHM എവിടെ ഉണ്ടാവുക? പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് കെയർ സർവീസസ്. അത് തന്നെയല്ലേ അവർ ചെയ്യുന്നത്. ടു പീപ്പിൾ ഇൻ ഏർബൺ സ്ലംസ്. ഏർബൺ ഏരിയയിൽ, നല്ല സിറ്റിയിലെ സ്ലംസിൽ. അത് നമ്മുടെ കേരളത്തിലൊന്നും കാണില്ല. മുംബൈയിൽ നിങ്ങൾ അടിപൊളി സിറ്റിയിലൊക്കെ പോയാലും നിങ്ങൾക്ക് അവിടെ സ്ലംസ് കാണാൻ പറ്റും. സ്ലംസ് എന്ന് പറഞ്ഞാൽ തെരുവുകൾ, വളരെ മോശം അവസ്ഥയിലുള്ള തെരുവുകൾ. അപ്പം അത് സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഏർബൺ ഏരിയാസിലും സിറ്റിയുടെ ടൗണിൻ്റെ ഉള്ളിലും എന്തുണ്ടാവും? സ്ലംസ് ഉണ്ടാവും. ഓർ മാർജിനൈസ് പീപ്പിൾ. അതായത് മാർജിനൈസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ മിക്കതും സ്ലംസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, അതിലെ മോശം കണ്ടീഷനിൽ ജീവിക്കുന്ന ആൾക്കാരാണ് മാർജിനലൈസ് പീപ്പിൾ ഇൻ ടൗൺസ്. പോപ്പുലേഷൻ എത്രയായിരിക്കണം? ഗ്രേറ്റർ ദാൻ 50,000 ആയിരിക്കണം. ആ പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ 50,000 അല്ലെങ്കിൽ ആരും നോക്കിക്കോളും? ഈ റൂറൽ സെക്ടറിൽ നമ്മുടെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നോക്കിക്കോളും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ടേക്കപ്പ് ചെയ്തോളും. ആരും വെറുതെ വിടില്ല. അർബൺ ആണെങ്കിൽ ഇവർ നോക്കിക്കോളും. അർബൺ സ്ലംസിലൊക്കെ കേട്ടോ. വെറുതെ നല്ല സുഖമായിട്ട് ജീവിക്കുന്ന നമ്മളെ പോലത്തെ ആൾക്കാർക്കൊന്നുമല്ല. നിങ്ങളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു സംശയമില്ല. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ റൂറൽ സെക്ടർ നോക്കിക്കോളും. അപ്പോൾ ഈ 2 പേരും എന്താ ചെയ്യുന്നത്? ബേസിക്കലി ഹെൽത്ത് കെയർ ഫെസിലിറ്റേറ്റ് ചെയ്യാണ്, അല്ലെ ഡെവലപ്പ് ചെയ്യാണ് ഇന്ത്യ എന്ന രാജ്യത്തിൽ. ഓക്കെ, അപ്പോൾ അതോടെ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഇത്ര സിമ്പിൾ ചാപ്റ്ററാണ്, ഇത്ര ചെറിയ ചാപ്റ്ററാണ്. ഇതിന് എന്തൊക്കെ ചോദിക്കാൻ പറ്റും എന്ന് വേഗം നോക്കാം. പരീക്ഷയിൽ കാണാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്? വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്? എന്താ ആലോചിക്കേണ്ട? KGF ആലോചിക്കുക. ബേസിക്കലി മാൻ പവർ വെച്ച് പ്രൊഡക്ഷൻ സെക്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നാണ് ബേസിക്കലി നമ്മൾ പറഞ്ഞ സച്ചിൻ്റെ കാര്യത്തിലേക്ക്. സച്ചിൻ്റെ ലൈഫിൽ എന്താ പറ്റിയത്? ബേസിക്കലി ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എബിലിറ്റീസ് എന്തിലൂടെ? എഡ്യൂക്കേഷൻ, ട്രെയിനിങ്ങും ഹെൽത്ത് കെയറും. ഈ 3 സാധനത്തിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. എക്സ്പ്ലെയിൻ ദ 4 ലെവൽസ്. 4 ലെവൽസ് എന്ന് പറയുന്നത് സച്ചിൻ്റെ പേഴ്സണൽ എഫേർട്ട്, ഇൻഡിവിജ്വൽ എഫേർട്ട് വേണം. ഫാമിലി എൻവയോൺമെൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാഷണൽ അക്കാഡമി പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യ എന്നുള്ള കൺട്രി, നേഷൻ, അത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 4 ലെവൽസ് നമുക്കറിയാം. ഇതൊക്കെ
ഇപ്പോൾ അത് പറയുമ്പോൾ സംശയം തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ബാക്ക് അടിച്ച് പോയി ആ പോർഷൻ കാണാം, അപ്പോൾ നിങ്ങൾക്ക് സംശയം ക്ലിയർ ആയിക്കോളും. ഹൗ ഡസ് എഡ്യൂക്കേഷൻ പ്ലേ എ റോൾ ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്? നമ്മൾ കണ്ടു എഡ്യൂക്കേഷൻ്റെ റോള്, അതൊന്ന് ജസ്റ്റ് ബയോഡ് അടിച്ച് നോക്കിയാൽ നമ്മൾ പറഞ്ഞില്ലേ, സ്കിൽസ്, ടെക്നോളജിക്കൽ നോ, അത് രണ്ടും ഉണ്ടെങ്കിൽ എന്താണ്, നല്ല ജോലിയും ഇൻകമും കിട്ടും. ജോലി ഇൻകം ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. ഈ 4 പോയിന്റ്സ് എഴുതി വെച്ചാൽ അവിടെ ഫുൾ മാർക്ക് വിടും. 3 or 4 മാർക്കിനായി ചോദിക്കാം. ലാസ്റ്റ് എന്താണ്, ലാസ്റ്റല്ല ഇനിയുണ്ടല്ലേ, വാട്ട് ആർ ദ 3 മെയിൻ പ്രോബ്ലംസ് ഇൻ ദി ഇന്ത്യൻ എഡ്യൂക്കേഷൻ സെക്ടർ? നമ്മൾ പറഞ്ഞ എന്താണ്, ഇവിടെ തന്നെ കണ്ടുള്ളൂ, ജസ്റ്റ് കണ്ടിട്ടുള്ളൂ നമ്മൾ. എവിടെ പോയി? ഡ്രോപ്പ് ഔട്ട്, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ നടക്കാറില്ല. അപ്പോൾ ഡോണ്ട് കംപ്ലീറ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ. ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്, അതിപ്പോഴൊരു പ്രശ്നമാണ് കേട്ടോ. കുറേ സ്ഥലത്ത് ബ്ലാക്ക് ബോർഡ് വന്നെങ്കിലും അതൊരു പ്രശ്നമാണ്. ലാസ്റ്റ് എന്താണ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ചില സ്ഥലത്ത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഈ 3 എഴുതിയാൽ 3 മാർക്ക് അവിടെ വേണം. അതും സിമ്പിളാണ്. നെക്സ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി. നമ്മൾ കണ്ടുല്ലേ, ട്രിക്ക് വഴി നമ്മൾ കണ്ടു. പ്രൊഡക്ഷൻ, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പിന്നെന്താണ്, നാച്ചുറൽ റിസോഴ്സസ്, മെഡിക്കൽ എക്സ്പെൻസ് കുറയും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ആയി, സിമ്പിളാണ്. നെക്സ്റ്റ് എന്താണ്, ഡിസ്ക്രൈബ്. ചിലതൊക്കെ മോഡലിൽ വന്നാണ് കേട്ടോ, ഞാൻ എല്ലാം പറഞ്ഞില്ല, ചിലതൊക്കെ മോഡലിൽ വന്നാണ്. ഡിസ്ക്രൈബ് ദ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഏതാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്? ആകെ 2 ഉള്ളൂ. ഒന്ന് എഡ്യൂക്കേഷനും മറ്റേത് ഹെൽത്ത് കെയറും. കഴിഞ്ഞു. അപ്പം ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ റോൾ പ്ലേ ചെയ്യാന്നുള്ള 2 പോയിന്റ് എഴുതി വെക്കുക. ഹെൽത്ത് കെയർ എങ്ങനെയാണ് റോൾ പ്ലേ ചെയ്യാന്നുള്ള 2 എഴുതി വെക്കുക. 2 എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് ഹെൽത്ത് കെയറിൻ്റെ. എഡ്യൂക്കേഷനിൽ നമ്മൾ കണ്ടുല്ലേ നേരത്തെ, സ്കിൽസ്, ടെക്നോളജിക്കൽ നോ ഹൗവും, പിന്നെ എന്തായിരുന്നു 2 ജോബ് ആൻഡ് ഇൻകം, പിന്നെ അവസാനത്തെ പോയിന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇത്ര എഴുതി വെച്ചാൽ അവിടെ മാർക്ക് വേണം. അതാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്, ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. അത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് പഠിക്കാനില്ല. ലാസ്റ്റ് എന്താണ്, എക്സ്പ്ലെയിൻ ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. അതല്ല നമ്മൾ പറഞ്ഞേ, ഐസാണോ എഡ്യൂക്കേഷൻ എവിടെ? ഇതാണ് എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ അവിടെ മാർക്ക് വിടും. അപ്പോൾ ഹെൽത്ത് കെയറും ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി, എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി, ഇത്രയൊക്കെ എഴുതി വെച്ചാൽ ഇത്രയൊക്കെ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് A+ എന്തായാലും ഉറപ്പ്, ഒരു സംശയമില്ല. ഫുൾ മാർക്ക് അടിക്കാൻ പറ്റാണ് അത്ര നല്ലത്. A+ എന്തായാലും ഉറപ്പ്, ഒരു സംശയമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്റർ നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അലൻ സാറും ഞാനും കൂടെ 5 ചാപ്റ്റർ എടുക്കുള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, ബാക്കി 2 ചാപ്റ്റേഴ്സും കൂടെ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്പിൽ പോയി കാണണം. എടുക്കാനുള്ള സമയവും എനർജി ഞങ്ങൾക്കില്ല, വേറെ കുറേ വർക്കിൻ്റെ ഇടയിലാണ് ഞങ്ങളത് എടുക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഓൾ ദി ബെസ്റ്റ് ടു എവ്രി വൺ. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ ബാക്കി ക്ലാസ്സസ് ഉണ്ട്, അതൊക്കെ ഫ്രീ ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എക്സാമിൻ്റെ എൻഡ് വരെ മാത്രം കേട്ടോ, ഫുൾ ടൈം ഫ്രീ ആക്കി വെക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. അപ്പോൾ അത്ര ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും പോയി യൂസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് ഓൾ ദി ബെസ്റ്റ്. സോഷ്യലും ബയോളജിയും അതിനുശേഷമുള്ള മലയാളവും A+ തന്നെ വാങ്ങണം എല്ലാവരും. ഓക്കെ, ready. Exam winner. Crack your exams with